നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ മുൻ അണ്ണാ DMK നേതാവിനെ ED ചോദ്യം ചെയ്തതായ ഒരു ആരോപണമാണ് ഇന്ന് അണ്ണാമലൈ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണത്തിൻ്റെ വിശദാംശങ്ങളുമായാണ് ഇപ്പോൾ ഹരികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നത്. നമ്മളോടൊപ്പം ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും നേരത്തെയൊക്കെ കേട്ടിരുന്നു. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം ഇത് സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്? ഹരികൃഷ്ണൻ. ഐസൻ, നമുക്കറിയാം കേരളത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ഒരു നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസ്. സന്ദീപ് നായരും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന എസ് ശിവശങ്കറും സ്വപ്ന സുരേഷും ഒക്കെ അറസ്റ്റിലായി വലിയ വിവാദം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസ്. ഇതിൽ ഇപ്പോൾ കെ അണ്ണാമലൈ ഉന്നയിച്ചിരിക്കുന്നത് മുൻ ADMK മന്ത്രിമാർക്കും ഇതുമായി ബന്ധമുണ്ട് എന്നാണ്. ഈ മന്ത്രിമാർ വളരെ രഹസ്യമായി കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ച് ED ചോദ്യം ചെയ്തിരുന്നു എന്നാണ് വളരെ ശക്തമായിട്ടുള്ള ആരോപണമാണ് കെ അണ്ണാമലൈ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു മുൻ IPS ഉദ്യോഗസ്ഥനാണ് കെ അണ്ണാമലൈ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദഗതിക്കും അത്രത്തോളം തന്നെ വലിയ ജനകീയതയുണ്ട്. തമിഴ്നാട്ടിൽ വളരെയധികം ജനകീയമായിട്ടുള്ള ഒരു നേതാവാണ് ഇന്ന് അണ്ണാമലൈ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാദഗതിക്ക് വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ് ഈ കാലഘട്ടത്തിൽ അണ്ണാമലൈയുടെ ഈ ആരോപണം. തീർച്ചയായും ഹരികൃഷ്ണൻ, വളരെ വ്യക്തമാണ് താങ്കൾ പറഞ്ഞതിൽ നിന്നും. ഇത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഒന്ന് ചുരുക്കി പറയാമോ? ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ വളരെ ശക്തമായ രീതിയിൽ സ്വാധീനിക്കാനിടയുണ്ട്. നമുക്കറിയാം 3 മുന്നണികളാണ് തമിഴ്നാട്ടിൽ മാറ്റുരയ്ക്കുന്നത്. DMK, ADMK, BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം. നേരത്തെ 2 മുന്നണികൾ മാത്രമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. 2014 ADMKയുടെ നേതൃത്വത്തിൽ ADMKയും BJPയും അടങ്ങുന്ന NDAയും DMKയും കോൺഗ്രസും CPI CPM ഒക്കെ ചേർന്നിട്ടുള്ള മറ്റൊരു മുന്നണിയുമായിരുന്നു ഉണ്ടായിരുന്നത്. 2014 NDA തൂത്തുവായിരിക്കും. 2019 അത് DMKയിലേക്ക് തിരികുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് 3 മുന്നണികളുടെ ഒരു ത്രികോണ മത്സരമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. സ്വാഭാവികമായും ADMKയുടെ സ്പേസിലേക്കാണ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം കടന്നു കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ADMKയുടെ ഒരു സ്പേസിലേക്ക് ADMKയുടെ വോട്ട് തീർച്ചയായിട്ടും BJPക്ക് പോകുമെന്ന വളരെ ശക്തമായ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ DMKയുടെ വോട്ട് ഷെയറിൽ വലിയ രീതിയിലുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ BJPക്ക് വളരെ ഗുണകരമാകുമെന്ന അവസ്ഥയിൽ ഇത്തരമൊരു അവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ ഇത്തരമൊരു ആരോപണത്തിന് വോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.